ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൺ. നമ്മുടെ വെയിറ്റ് ലോസിന്റെ മൂന്നാമത്തെ വീഡിയോ ഡേ 3ന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, ഇപ്പൊ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് 3 ദിവസം 4 ദിവസമൊക്കെ ഡയറ്റ് ചെയ്യും, പിന്നെ പെട്ടെന്ന് അത് കട്ടാക്കും. എന്തെങ്കിലും നല്ല ഫുഡ് ആ ദിവസം നിങ്ങൾ കട്ടാക്കിയാലും കുഴപ്പമില്ല, പിന്നെ വീണ്ടും അടുത്ത ദിവസം തന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ആ ദിവസം വർക്കൗട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി കൂടുതലായിട്ട് അരമണിക്കൂർ വർക്കൗട്ടും കൂടി കുറച്ചധികം കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ദിവസം കഴിച്ചതാണ് വേണമായി പോയിക്കോളും. അല്ലാതെ ഇന്ന് ഞാൻ കഴിച്ചു എന്ന് കരുതിയിട്ട് ഡയറ്റ് കട്ടായി എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഇട്ട് പോകരുത്. ജസ്റ്റ് ഒരു സമയം ബിരിയാണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചു എന്ന് വിചാരിച്ച് രാത്രിത്തെ ഫുഡൊന്നും ഒഴിവാക്കുക. പിന്നെ പിറ്റേ ദിവസം വീണ്ടും ഡയറ്റ് കറക്റ്റ്ലി കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ എല്ലാവരും ഡയറ്റും അതുപോലെ തന്നെ വർക്കൗട്ടും എക്സസൈസ് ഒക്കെ നടക്കാൻ പോകുന്നവരൊക്കെ നടക്കാൻ പോയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് തടി കുറക്കണം. അപ്പോൾ പിന്നെയുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും വീട്ടിലുള്ള പ്രശ്നം. അതായത് നമ്മൾ മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കും, അമ്മമാർക്ക് ഉപ്പാർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ അവര് അറിയും മാത്രം എന്താ കഴിക്കാതിരിക്കുന്നത്, ഒരു വട്ടമല്ലേ എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് നമ്മളെ വെയിറ്റ് ലോസിന്റെ ടാർഗറ്റിലേക്ക് എത്താൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നല്ല പരിശ്രമം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോയി, അതായത് മനസ്സിൽ അങ്ങ് പറഞ്ഞു കൊടുക്കുക, ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫുഡൊക്കെ വീണ്ടും കഴിക്കും, എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കും. അതായത് ഞാൻ എൻ്റെ വിചാരിച്ച വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ഞാൻ എൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് റെഡി ആക്കിയതിന് ശേഷം ഞാൻ ഈ ഫുഡൊക്കെ കഴിക്കും. നമുക്ക് കഴിക്കാൻ പറ്റും. എല്ലാവർക്കുള്ള തെറ്റിദ്ധാരണയാണ് വെയിറ്റ് ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും കഴിച്ചാൽ പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെ തടി കൂടി കിട്ടും. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് വീണ്ടും കഴിക്കാം. പക്ഷെ അതൊക്കെ ഒരു ലിമിറ്റും കറക്റ്റ്ലി പ്രോപ്പറായിട്ട് എക്സസൈസ് കൊടുത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വെയിറ്റ് ഗെയിന് വരത്തില്ല, വെയിറ്റ് ലോസ് ചെയ്ത് അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പൊ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, ഇത്രയും ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡേയ്സ് വരെ നമ്മൾ കണ്ടിന്യൂസ്ലി ഡയറ്റും എക്സസൈസും വർക്കും എക്സസൈസും ഒക്കെ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അതായത് ഒരു പ്രായം കഴിഞ്ഞാൽ 30+ കഴിഞ്ഞ സ്ത്രീകൾക്കും 40+ കഴിഞ്ഞാല് ജെൻസിനും ഒക്കെ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ സ്ത്രീകൾക്കായിട്ടുള്ള പല തൈറോയിഡ്, ഫൈബ്രോയിഡ്, PCOD അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ. ജെൻസിനാണെങ്കിൽ പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനത്തെ നമ്മുടെ സാധാരണ രീതിയിലുള്ള ഈ ഓരോരോ പ്രശ്നങ്ങൾ അതൊക്കെ മറികടക്കാൻ എക്സസൈസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്തായാലും ഈ ഡയറ്റും എക്സസൈസൊക്കെ എന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പം ഒരുപാട് പേര് ആദ്യത്തെ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് കമന്റ് ഇട്ടിരുന്നു. ഇപ്പൊ ആരും കമന്റ് ഇടാനില്ല. അതുകൊണ്ട് തന്നെ ഡയറ്റ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് നിർത്താതെ തന്നെ 21 ഡേയ്സ് വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നത്. ഞാൻ എന്തായാലും ഡയറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രോപ്പർലി എന്ത് കഴിക്കുന്നു ആ ഫുഡ് തന്നെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഡയറ്റ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഞാൻ എന്നും ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ട് പോകും. നിങ്ങൾക്ക് മാക്സിമം പറ്റാവുന്ന രീതിയിൽ വെയിറ്റ് കുറക്കുക. അതുപോലെ തന്നെ നമുക്ക് അറിയോ, ഒരാൾ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഡയറ്റ് ചെയ്ത്, എൻ്റെ അവസ്ഥ ഞാൻ പറയാം. ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു പ്രോപ്പർലി എന്ത് ഫുഡ് കഴിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നീട് അതിനോട് ഡയറ്റിനോട് ഇഷ്ടം തുടങ്ങി. അതുപോലെ തന്നെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാ എന്നുള്ള ആ ഒരു തിയറിയും കൂടി പഠിച്ചതിന് ശേഷം എനിക്കിപ്പോൾ പേടിയൊന്നുമില്ല ഫുഡ് കഴിക്കാൻ. അതായത് തടി വെക്കുമോ എന്നുള്ള പേടിയില്ല. തടി വെക്കും, ശരിയാണ്. ഒരു 5 കിലോന് 6 കിലോന് എന്തായാലും വെയിറ്റ് ഗെയിൻ വരും. അതായത് അൺലിമിറ്റഡ് ആയി ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ. ഒരിക്കലും ഒരു ലിമിറ്റഡ് വെച്ച് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വെയിറ്റ് ഗെയിൻ വരില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറ്റാവുന്നെങ്കിൽ ഒരാഴ്ചയെങ്കിലും ഒന്ന് പറ്റുന്ന രീതിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഡയറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ കിട്ടുന്ന ബെനിഫിറ്റ് അത് നിങ്ങളെ ഹാപ്പി ആക്കും. എന്തായാലും ഹാപ്പി ആയിട്ട് ഡയറ്റ് ചെയ്യുക, റിസൾട്ട് കാണാം. അതുപോലെ തന്നെ ഡേ 3ന്റെ മീൽസ് മെനു ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് വരാം. അപ്പോൾ വെയിറ്റ് ലോസിൻ്റെ ഡേ 3
എന്നും പറയുന്ന പോലെ തന്നെ ഡീറ്റോക്സ് വാട്ടറായിട്ട് ചിയ ഡ്രിങ്ക് എടുക്കാം. ഒരു ലെമൺ സ്ക്യൂസ് ചെയ്തിട്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കട്ടൻ കാപ്പി, പിന്നെ അതിലേക്ക് 2 പീസ് രായിപ്പുട്ട്, രായി സേമിയ വാങ്ങിയിട്ടുണ്ടാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇതാ ഒരു ഓറഞ്ചാണ് നമ്മുടെ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് എടുക്കേണ്ടത്. ലഞ്ച് ഓപ്ഷനായിട്ട് ഒരു കപ്പ് ഒരു ബൗള് ചീരത്തുപ്പേരി പ്ലസ് ഒരു ഓംലേറ്റ്. അതിലേക്ക് അതിന് 5 മിനിറ്റ് ശേഷം ഒരു ഗ്രീൻ ടീ എടുക്കുക. അതിനുശേഷം ഒരു 4 മണിയാകുമ്പോഴേക്കും 4 മണിയാകുമ്പോഴേക്കും ഒരു 5-6 വാൾനട്ട് എടുക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പീനട്ടോ ആൽമണ്ട്സോ എന്തെങ്കിലും ഒന്ന് എടുക്കാം കേട്ടോ. പിന്നെ ഡിന്നർ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് 2 ചപ്പാത്തിയും ഫിഷ് കറിയാണ്, കൂടെ ഒരു ഗ്രീൻ ടീയും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മീൽസ് മെനു. അപ്പൊ ഇന്നത്തെ മീൽസ് മെനു നിങ്ങൾ കണ്ടല്ലോ. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് കഴിക്കുക. അത് മാത്രമല്ല, നിങ്ങളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എന്താണോ ഉപ്പേരി, ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഉരുളക്കിഴങ്ങ് റൂട്ടിന്റെ ഐറ്റംസ് ഒന്നൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഷുഗറിനെ ഒഴിവാക്കുക, ചോറിനെ അങ്ങ് ഒഴിവാക്കുക. ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഉപ്പേരി ആയിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളെ വീട്ടിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ തന്നെ ആ ഡയറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒന്ന് മാറ്റി ചേഞ്ച് ആക്കി കൊടുക്കുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ എല്ലാവർക്കും രായിയാണ്, ഞാൻ ഇപ്പോൾ രായി പുട്ടാണ് ചുട്ടത്. ഇപ്പോൾ നൂൽപുട്ടായിരിക്കും. പുട്ടുകുറ്റിയിൽ ആവി കയറ്റിയിട്ടാണ് ഞാൻ രായിപ്പൊടി ചുടാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ നിങ്ങൾ ചെയ്യുക. അത് മാത്രമല്ല, ചില ആൾക്കാർക്ക് ഇഷ്ടം രായി കുറുക്കായിരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രായി കുറുക്കിയിട്ട് അയക്കുക. കുറച്ച് മധുരത്തിന് കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കുക. തേനുണ്ടെങ്കിൽ ആ തേൻ ഒഴിച്ചിട്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങ ചിരകിയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് രായി കുറുക്കിയിട്ട് അതിൽ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരിക്കലും ഈത്തപ്പഴം, നേന്ത്രപ്പഴം, അതുപോലെ തന്നെ മാങ്ങ, ഈ 3 ഫ്രൂട്ട് നിങ്ങൾ എടുക്കാൻ പാടില്ല കേട്ടോ. അത് നമ്മുടെ വെയിറ്റ് ഗെയിനാ വരുത്തുക. വെയിറ്റ് ലോസ് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക. അപ്പോൾ ഹെൽത്തി ആയിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നവരാണ് കഴിച്ചു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും വരാം. സൈനിങ് ഔട്ട്.